മലയാളി വാർത്ത നിൽക്കുന്നത് കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലത്ത് കിറ്റെക്സ് സാബു നിരവധി ജനോപകാരമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മരുന്ന് മാഫിയ കേരളം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കിറ്റെക്സ് സാബു അല്ലെങ്കിൽ അവർ 2020 മെഡിക്കൽ ഷോപ്പ്, അതായത് ഏറ്റവും 80% മുതൽ 50% വരെ പല മരുന്നുകൾക്കും വില കുറച്ച് മരുന്ന് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. പക്ഷേ അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഷോപ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വച്ചിരിക്കുന്ന ബോർഡ്. അതായത് ഒരുപാട് സാധാരണക്കാർക്ക് ആശ്വാസകരമായ ഒരു മെഡിക്കൽ ഷോപ്പിനെയാണ്, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു സംഭവത്തെയാണ് നിസ്സാരമായ കാരണങ്ങളും വൈരാഗ്യങ്ങളും കൊണ്ട് പൂട്ടിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരുപാട് രോഗികൾ, അതായത് ഉയർന്ന വിലയ്ക്കൊക്കെ മരുന്ന് വാങ്ങുന്ന ഒരുപാട് പേർക്ക് ആശ്വാസമാണ്. ക്യാൻസർ, ഡയാലിസിസ് പോലുള്ള മരുന്നുകൾ വളരെ വില കുറച്ചാണ്, അതും അത്രത്തോളം വാങ്ങാൻ പണമില്ലാത്തവർക്ക് സൗജന്യമായും ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഷോപ്പാണ് പൂട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രകരമായ കാര്യം. അതായത് പിണറായി സർക്കാരിന് ജനങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, പെൻഷൻ, ശമ്പളം, പല ആനുകൂല്യങ്ങളും കൊടുക്കാൻ കഴിയില്ലെങ്കിലും കൊടുക്കുന്നവരെ കൂടി അതില്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേട്ടാ, ഇവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ച ഒരാളുണ്ട്. ഈ ഷോപ്പ് പൂട്ടിയതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുക. എന്താണ് അസുഖം? എനിക്ക് ഡയാലിസിസ് ചെയ്യണം ആഴ്ചയിൽ 2 ദിവസം. 2 ദിവസം എത്ര രൂപയാവും മരുന്നിന്? പുറത്തുനിന്നാണെങ്കിൽ ഒരു 3000 രൂപ അടുത്തോളം മരുന്നിന് മാത്രമായിട്ട് വരും. പിന്നെ ഡയാലിസിന്റെ ചാർജ് വേറെ. ഇവിടെ തുടങ്ങിയതിന് ശേഷം എത്ര ലാഭമുണ്ട്? ഇവിടെ നമുക്ക് 80% വരെ കുറവ് കിട്ടുന്നുണ്ട് മരുന്നിന്. പെട്ടെന്ന് പൂട്ടിയപ്പോ എന്താ തോന്നിയത്? കാരണം ഇത്രയും പൈസ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്യണം, അപ്പൊ 6000 രൂപ വേണം അല്ലെ? 6000 രൂപ വരും. അപ്പൊ ഇവിടെ ആവുമ്പോ അതിലും നല്ല ലാഭമുണ്ട്. ഇവിടെ മരുന്നിന് മെഡിസിൻ മാത്രമാണല്ലോ ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഡയാലിസിസ് അതിന്റെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ 2060 രൂപ വരും. അപ്പൊ അത് നമുക്ക് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് അതിന്റെ കിഴിവ് കഴിച്ച് വരുമ്പോ ഒരു പകുതി ചാർജ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഉണ്ടാവാനുള്ള ഇഞ്ചക്ഷൻ, അത് നമുക്ക് പുറത്ത് വാങ്ങിക്കണമെങ്കിൽ ആശുപത്രിയിൽ വാങ്ങിക്കണമെങ്കിൽ 800 രൂപ വരും. നമ്മളത് പുറത്ത് വാങ്ങിക്കുമ്പോൾ 400 രൂപ വരെയും വരാം. പല രീതിയിലുള്ള വിലയാണ്. അത് നമുക്ക് ഇവിടെ അതിന്റെ പകുതി ചാർജല്ലേ വരുള്ളൂ. പകുതിയിലെ 80% കുറവ് വരും. അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ വളരെ ലാഭമുണ്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വരുമാനമില്ലാത്തവർക്ക് ഒരു ആശ്വാസമാണ് ഈ മെഡിക്കൽ സ്റ്റോർ. ആശ്വാസമായിരുന്നു. അത് പൂട്ടി എന്താ പറയാനുള്ളത്? ഇത് പൂട്ടിയ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നൊക്കെയാണ് പറയുന്നത്. കോടതിയിലെ കേസ് നടക്കുന്നുണ്ട്. എന്താണ് സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്? സാധാരണക്കാരന് ഏറ്റവും അത്യാവശ്യം മരുന്നും ഭക്ഷണവും വെള്ളവുമാണ്. ഇത് മൂന്നും ഏത് ഇലക്ഷനോ ഇലക്ഷനുകൾ മാറി മാറി വരും. സാധാരണക്കാരൻ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളരാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്നെ പോലുള്ളവർക്കൊക്കെ വളരെ ആശ്വാസമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാപനമാണത്. ഇത് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്താണ് രാഷ്ട്രീയക്കാർക്ക് നേട്ടമെന്ന് നമുക്കറിയില്ല. അതാണ്. അതായത് ഇത് പ്രവർത്തിച്ചാൽ ഒരുപാട് പേര് 2020 വോട്ട് ചെയ്യുമെന്നുള്ള പലരുടെയും ഭയമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ പരാതി നൽകാനും ഇത്തരത്തിൽ ഇത് പൂട്ടിക്കാനും ഒക്കെ കാരണമാണ് എന്ന് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള സംരംഭം തുടങ്ങണ്ടേ? അതിവിടെ തുടങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്, ഇത്ര വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ സംരംഭങ്ങൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹനം കൊടുക്കേണ്ട രാഷ്ട്രീയക്കാരാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ജനങ്ങൾക്ക് സേവനമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സേവനത്തിനെതിരായുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അതിന് വളരെയേറെ ദുഃഖമുണ്ട്, വിഷമമുണ്ട്, അതിലുപരി അവരോട് അമർഷമുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോർ ഉടനെ തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഇലക്ഷൻ്റെത് ചട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും തുറക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുവരെ മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണം, ഉയർന്ന വില കൊടുത്ത് വാങ്ങിക്കണം. അത് സാധാരണക്കാരായ എന്നെ പോലുള്ളവർക്ക് അത് സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ചില മരുന്നുകൾ പോലും നമ്മൾ വാങ്ങിക്കാതെ വരുന്നുണ്ട്, വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് വാങ്ങിക്കും. ചിലപ്പോ 1 മാസം മരുന്നതിന് ചിലപ്പോ 15 ദിവസം മരുന്ന് മേടിച്ചുകൊണ്ട് പോരേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്നു. ഇത് തുറന്നാൽ ഒരു ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയം നോക്കാതെ ഈ ഒരു കാര്യത്തിൽ ആരോഗ്യ മേഖലയിലൊക്കെ കേരള നമ്പർ 1 എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്തരത്തിലൊരു സംരംഭം കേരളത്തിലെ ഒരു ജില്ലകളിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പിണറായി സർക്കാരൊക്കെ ഘോരഘോരമായി പ്രസംഗിക്കുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്നൊക്കെയാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഷോപ്പുകളാണ്, അതായത് ഈ ആരോഗ്യരംഗത്തെ കൊള്ളയടിക്കുന്ന മാഫിയകളെ വളർത്തുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിലയ്ക്ക്, ഇപ്പോ ആ ചേട്ടൻ തന്നെ ഡയാലിസിസിന് ഒരു ഡയാലിസിസ് ആഴ്ചയിൽ 2 ദിവസമാണ്, ഒന്നിന് 3000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് വരുമ്പോൾ 80% വരെ കുറവാണ്. സാധാരണക്കാർക്ക് എന്തുമാത്രം പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ചില വൈരാഗ്യങ്ങളുടെയും വ്യക്തി വൈരാഗ്യങ്ങളുടെയും ഒക്കെ പേരിൽ സർക്കാർ ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി, അതായത് തിരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള ചട്ടം നിലനിൽക്കുകയാണ്. പക്ഷെ ഇത് അതിനു മുൻപേ ഇതിന്റെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് ഉടനെ തുറന്ന് പ്രവർത്തിക്കാൻ അവർ 2020 ആരംഭിച്ചത് തന്നെ. എന്തായാലും ഇത്തരത്തിൽ ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിക്കുന്നവരോട് ഒരിക്കലും മാപ്പില്ല. പ്രത്യേകിച്ച് സാധാരണക്കാരന്റെ ഈ മരുന്നുകളോട്, ഈ വില കൂടിയ മരുന്നുകൾക്കപ്പുറം എവിടെ നിന്ന് വില കുറഞ്ഞു കിട്ടും എന്നാണ് സാധാരണക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൗജന്യമായി വരെ ഇവിടെ നിന്ന് മരുന്ന് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കിറ്റക് സാബു ഇന്ന് രാവിലെ മലയാളി വാർത്തയോട് തന്നെ പറഞ്ഞത്. അപ്പൊ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയും, ഇത്തരം ജനങ്ങളെ ദ്രോഹിക്കുന്നവരെ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കിഴക്കമ്പലത്ത് നിന്നും രാജീവ് ആയപ്പറമ്പിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.